ലക്ഷങ്ങൾ ചിലവഴിച്ച് സംസ്ഥാനത്തെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർമ്മിച്ച വൃദ്ധസദനങ്ങളെക്കുറിച്ച് മീഡിയ വൺ അന്വേഷിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വക്കം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വൃദ്ധസദനമാണിത്. ചുറ്റും കാട് മൂടിക്കിടക്കുന്നു. കെട്ടിടത്തിന് തൊട്ടടുത്തായി ട്രാൻസ്ഫോർമർ ഉണ്ടെങ്കിലും ഇതുവരെയും വൈദ്യുതീകരിച്ചിട്ടില്ല. 2003-2004 കാലയളവിൽ 12 ലക്ഷത്തിലധികം ചിലവഴിച്ച് നിർമ്മിച്ച വൃദ്ധസദനത്തിൽ ഇന്നുവരെ ഒരു അന്തേവാസി പോലും താമസിച്ചിട്ടില്ല. പക്ഷേ 2 മാസം മുൻപ് ഉദ്ഘാടനം ചെയ്തതായി സൂചിപ്പിക്കുന്ന ഫലകമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 2010-2011 ജനകീയാസൂത്രണ പദ്ധതി വിഹിതമായ 10 ലക്ഷം ഉപയോഗിച്ചാണ് ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴ ഹരിപ്പാട് പകൽ വീട് നിർമ്മിച്ചത്. വീടുകളിൽ സംരക്ഷണമില്ലാത്ത വൃദ്ധർക്ക് പകൽ സമയം ചിലവിടാനുള്ള ഇടമായി വിഭാവനം ചെയ്ത പദ്ധതി ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത് മഴക്കാല ദുരിതാശ്വാസ ക്യാമ്പായാണ്. പകൽ വീടെന്നാ പറയുന്നത്. അന്ന് കെട്ടാൻ വന്നവരും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. അതിനാരും ഉത്സാഹിക്കുന്നില്ലായിരിക്കും. പകൽ വീടിന്റെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞില്ല. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് വൃദ്ധസദനം നിർമ്മിച്ചത്. 2007-2009 കാലത്ത് നിർമ്മിച്ച വൃദ്ധസദനം കാലങ്ങളായി പ്രവർത്തനക്ഷമമാകാതിരുന്നതിനാൽ ഹോമിയോ ആശുപത്രിയാക്കി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർമ്മിച്ച പല വൃദ്ധസദനങ്ങളും പകൽ വീടുകളും ഇതുപോലെ നിഷ്ക്രിയമായി കിടക്കുന്നതായി ഓഡിറ്റ് റിപ്പോർട്ടും ശരിവെക്കുന്നു. റിപ്പോർട്ടർമാരായ പ്രേംലാലിനും ടോബി ജോൺസണുമൊപ്പം PP ജസീം, മീഡിയ വൺ, തിരുവനന്തപുരം.